വെൽക്കം ടു നൗറാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ബീഫ് ബിരിയാണിയാണ്. ഇപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ ചെമ്പിലൊക്കെ ബിരിയാണി വെച്ച് ഉണ്ടാക്കാൻ കുറേ ടൈമൊക്കെ പിടിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ആളുകൾക്ക് നമുക്ക് പെട്ടെന്ന് എങ്ങനെ പണി തീർക്കാമെന്നാണ്. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് കുക്കറിലാണ് ഇതിൻ്റെ പകുതി മസാലയും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്. കുക്കറിലാണെങ്കിൽ പോലും ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വലുപ്പമുള്ള കുക്കർ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എത്രയാണോ അരി കണക്കാക്കുന്നത് അതനുസരിച്ച് കുക്കർ യൂസ് ചെയ്യുക. അപ്പോൾ ഈ കുക്കറിലേക്ക് ഞാൻ ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്തിട്ട് നമ്മളിനി ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം 1/4 ടീസ്പൂൺ. ഇതിന് പകരം സഹജീരകം എന്നൊക്കെ പറഞ്ഞിട്ട് ബിരിയാണിയിൽ ചേർക്കുന്ന ജീരകം കിട്ടും. അത് ചേർക്കാന്നുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. അതിന് പകരമാണ് ഞാൻ ഈ ചേർക്കുന്നത്. ചെറിയ ജീരകം 1/4 ടീസ്പൂൺ, അതുപോലെ തന്നെ വലിയ ജീരകവും 1/4 ടീസ്പൂൺ ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതൊരു 5 ഗ്ലാസ് അരി വെച്ചിട്ടാണ് ഈ ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത്. അതിലേക്കുള്ള മസാലയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 3 വലിയ ഉള്ളി ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള 3 ഉള്ളി. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം വഴന്ന് വരുന്ന വരെ ഒന്ന് ഇതാക്കി കൊടുക്കുക. നമ്മളിതിൻ്റെ ഇടയിലൊന്ന് ഉപ്പ് ചേർത്താൽ ആ ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇപ്പോൾ പാകത്തിന് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളി നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് 3ഉം കൂടെ ചേർത്തിട്ട് അരച്ചെടുത്ത പേസ്റ്റാണ്. അത് ഒരു 2-2.5 ടേബിൾ സ്പൂണോളം വരും. അതിൻ്റെ 2 ടേബിൾ സ്പൂണോളം വരും. അത്രയും ഉണ്ടാവും. അതിലപ്പോൾ നമ്മൾ അതനുസരിച്ച് കണക്കാക്കി എടുക്കണം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഞാനൊരു 3-4 പച്ചമുളക് ഇതിൽ ചേർത്തിട്ടുണ്ട്. അതൊക്കെ കൂടെ ചേർത്ത് അരച്ചെടുത്തതാണ്. അതുപോലെ തന്നെ ഞാനിതിലേക്കൊരു 2 വലിയ തക്കാളിയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ആ തക്കാളി കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് തക്കാളി ഉടഞ്ഞു വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മതി, ടേബിൾ സ്പൂൺ അല്ല. അതുപോലെ തന്നെ ഞാനൊരു 1.5 ടീസ്പൂണ് ബീഫ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് മസാലയും ചേർക്കുന്നു. അതുപോലെ തന്നെ ഗരം മസാല, നമ്മളിതിൽ മെയിനായിട്ട് കുറച്ചധികം ചേർക്കുന്നതാണ് ഈ ഗരം മസാല. അതൊരു 2 ടീസ്പൂണിൻ്റെ അടുത്ത് തന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മസാലകളാണ് ഇതിലേക്ക് ചേർക്കുന്നത്. വേറെ മഞ്ഞൾപ്പൊടി ഞാൻ ഈ മസാലയിൽ ചേർക്കുന്നില്ല. അതാണ് എൻ്റെ ചോറ് ഒരു മഞ്ഞ കളറായിട്ടുള്ള ചോറല്ല ഉള്ളത്. അത് നല്ല മിക്സാക്കിയതിന് ശേഷം ഞാനിതിലേക്കൊരു നാരങ്ങയുടെ പുളി, ഒരു മീഡിയം സൈസിലുള്ള ഒരു നാരങ്ങയുടെ പുളി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് നിന്ന് അതിൽ കുരു വീണിട്ടുണ്ട്. ഞാൻ ആ കുരു എടുത്ത് കളയുന്നുണ്ട്. നമ്മൾ ആ കുരു പെടാതെ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു രൂപത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ മിക്സ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഞാനിതിലേക്ക് ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിൽ എല്ലും നെയ്യും ഒക്കെ കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. അതാവുമ്പോൾ നമ്മൾ ബിരിയാണിക്ക് ഒരു കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ആ ബീഫിൻ്റെ നെയ്യും കൂടെ അതിലേക്ക് ചേരുമ്പോൾ നല്ലൊരു രുചിയായിരിക്കും. വെറും ബീഫിൻ്റെ പീസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ അത്ര ഒരു രസം കിട്ടില്ല. അതുകൊണ്ടാണ് എല്ലും നെയ്യും കൂടെ അടക്കം വേണ്ടി പറയുന്നത്. അത് നല്ല മിക്സാക്കിയിട്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ഉള്ളിയിലേക്ക് പാകത്തിന് ചേർത്തിട്ടുള്ളൂ. ഇനി ബീഫിലും കൂടെ മിക്സ് ആവാനുള്ള തരത്തിൽ ഉപ്പ് ചേർക്കുക. നല്ലോണം മിക്സാക്കിയ ശേഷം ഞാൻ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തൈരും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഈ ഒരു രൂപത്തിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ഞാനിങ്ങൊരു അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു 1/4 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. അത്രയും വേണമെന്നില്ല. അത് ചേർത്തിട്ട് ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ടൊരു 5-6 വിസിലിൻ്റെ ശേഷം തുറന്നതാണിത്. ബീഫിന് എത്രയാണ്, ചില ബീഫ് നല്ല വേവുള്ള ബീഫ് ഉണ്ടാവും, അതനുസരിച്ച് നമ്മൾ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഈ എൻ്റെ ബീഫ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു അത്യാവശ്യം വേവിൽ തന്നെ കിടന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ അത് ഒരുപാട് നേരം ദമ്മായിട്ടൊന്നും കിടക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഒരു കൈപ്പിടി ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതുകൂടെ ഇളക്കുക.
ഇതിൽ നമ്മൾക്കിപ്പോൾ കുറച്ചധികം വെള്ളം തോന്നുന്നുണ്ട്. അപ്പോൾ ആ വെള്ളത്തിനൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊക്കെ ബീഫിനൊരു വേവ് കമ്മി തോന്നുന്നുണ്ടെങ്കിൽ ആ വെള്ളം വറ്റി വരുന്ന സമയത്ത് അതിൻ്റെ വേവൊക്കെ റെഡിയായി വന്നോളൂ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ബീഫിൻ്റെ കൂട്ട് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള മസാല റെഡിയായി. ഇനി നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ നെയ്യ് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട്. ആ നെയ്യ് നന്നായിട്ട് മെൽറ്റായി വരട്ടെ. നെയ്യോ ബട്ടറോ അങ്ങനെ എന്തും യൂസ് ചെയ്യാം. ഞാനിവിടെ രണ്ടും കൂടെയാണ് മിക്സാക്കി എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ പീസ് ബട്ടറും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരുന്ന രീതിയാണ്. ഈ സമയത്ത് കുറച്ച് ഉള്ളി നൈസായി കട്ട് ചെയ്തിട്ടൊരു കുറച്ച് ഉള്ളി ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റിയെടുക്കാന്നുണ്ടെങ്കിൽ ആ ബിരിയാണിയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഉള്ളി വഴറ്റിയിട്ടില്ല. പകരം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതുപോലെ വഴറ്റിയെടുക്കുക. വറുത്ത് കോരാവുന്നതാണ്. ഇപ്പോൾ ഒരു പാകത്തെ കളറിലായിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ നോക്കുക. ഈ ഒരു കളറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് കോരിയെടുക്കുക. മുന്തിരിയൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. ഇനി നമ്മൾ ഈ ഒരു നെയ്യിൻ്റെ ഇതിലിട്ടിട്ട് തന്നെയാണ് നമ്മൾ ചോറും തയ്യാറാക്കി എടുക്കുന്നത്. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തതിൻ്റെ ശേഷം ആ ഒരു നെയ്യിൽ തന്നെയാണ് നമ്മൾ ചോറ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ആ നെയ്യിലേക്ക് ഒരു 3 ഏലക്കായ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 പീസ് പട്ട, ഗ്രാമ്പൂ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉള്ളി, 1 ടേബിൾ സ്പൂണോളം ഉള്ളി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് നമ്മളെ ബിരിയാണി ഒന്ന് വഴന്നു വരാനുള്ള ആ ഒരു ഉള്ളിയാണ്. ബിരിയാണി അല്ല, നെയ്ച്ചോറ്, ഇതിലേക്കുള്ള ചോറ് റെഡിയാക്കി എടുക്കാനുള്ള ഒരു ഉള്ളിയാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്നു വന്നാൽ നമ്മളിതിലേക്ക് ഈ ചൂടോട് കൂടി തന്നെ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് തന്നെ നമ്മളിതിലേക്ക് അരി ഇടുകയാണ് ചെയ്യുന്നത്. അരി നല്ലോണം കഴുകിയിട്ട് വെള്ളം വാരാൻ വെച്ചിരിക്കുകയായിരുന്നു അരി. ഞാൻ നേരത്തെ പറഞ്ഞു ഞാനിവിടെ 5 ഗ്ലാസ് അരിയാണ് ഇതിനെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 5 ഗ്ലാസ് അരി ഞാനിതിലേക്ക് നല്ല വെള്ളം പോയതിൻ്റെ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അത് ചേർത്തിട്ട് നമുക്ക് ഇങ്ങനെ അരി നമ്മൾ വറുത്തെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ചോറ് റെഡിയായി വരുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കില്ല. അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രൂപത്തിൽ അരി വറുത്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അരി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന വരെ, മുരിഞ്ഞ് വെച്ചാൽ ഒരുപാട് കളർ മാറിപ്പോകരുത്, ആ ഒരു രൂപം വരെ നമ്മൾ ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഞാൻ നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഒരിക്കലും തണുത്ത വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ഈ അരി വറുത്തെടുക്കുമ്പോൾ തന്നെ അപ്പുറത്ത് വെള്ളം തിളപ്പിച്ചെടുക്കുക. അങ്ങനെ ഞാനൊരു 5 ഗ്ലാസ് അരിയിലേക്ക് 10 ഗ്ലാസ് വെള്ളം ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. ഡബിളായിട്ടാണ് ചേർത്തിട്ടുള്ളത്. അങ്ങനെ ചേർത്ത് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു രൂപത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കാം. തിള വരുന്ന സമയത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം നന്നായി കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയതാണിത്. അപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒട്ടിപ്പിടിക്കാതെ കിട്ടുന്നു. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. ഇത്രയും വെന്താൽ മതി. ബാക്കി ഇനി എന്തെങ്കിലും ചെറിയതായിട്ടൊരു വേവിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം ആവിയിൽ കിടക്കുമ്പോൾ ശരിയാവും. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ചോറ് ഞാൻ മാറ്റി വെച്ചിട്ട് അടിയിൽ കുറച്ച് ചോറ് വെച്ചിട്ട് നമ്മുടെ ബീഫ് വേവിച്ച് വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് ആ ബീഫ് ഫുള്ളും ഞാൻ അതിൻ്റെ നടുഭാഗത്തേക്ക് ചേർത്തതാണ്. നിങ്ങൾ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ 2 സെക്ഷനായിട്ട് ചെയ്യുക. ആദ്യം കുറച്ച് ചോറിടുക, പിന്നെ ബീഫ് ഇടുക, പിന്നെയും കുറച്ച് ചോറിടുക. അങ്ങനെ ആയിട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ എനിക്ക് ഈ ഒരു ഇതിന് ചെയ്യാനുള്ളതന്നെ ഉള്ളൂ. അങ്ങനെ ബീഫ് ചേർത്ത ശേഷം ഞാൻ ആ കുക്കറിലേക്ക് തന്നെ കുറച്ച് ചോറിട്ടിട്ട് ഒന്ന് ഇളക്കിയ ശേഷം ആ ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ആ കുക്കറിലെ മസാല ഒന്ന് ഇതായി പോകാൻ വേണ്ടിയിട്ട്, ചോറിൽ മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു രൂപത്തിൽ നമ്മൾ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതിനോട് കൂടി ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ മിക്സാക്കി വെച്ചിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുക്കുക. അത് ചേർത്തതിൻ്റെ ശേഷം വീണ്ടും നമ്മൾ ഇതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള നമ്മൾ നേരത്തെ മേലെ നിന്ന് മാറ്റി വെച്ച ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ ചോറ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ സമയത്ത് നിങ്ങൾ ആ ഉള്ളി വറുത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് ആ അണ്ടിപ്പരിപ്പിൻ്റെ മുന്തിരിയുടെ കൂടെ ഇട്ട് കൊടുക്കുക.
എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ചോറ് ഫുള്ള് ഇതിലേക്ക് ഇട്ടു. അപ്പോൾ എൻ്റെ ഈ ഒരു പാത്രത്തിന് കറക്റ്റ് അളവിലാണ്. ഞാൻ സാധാരണഗതിയിൽ ബിരിയാണി വെക്കുന്ന ഒരു പാത്രം തന്നെയാണ്. അപ്പോൾ ആ ഒരു അളവിലാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ബീഫും ചോറൊക്കെ നല്ല കറക്റ്റ് അളവിൽ തന്നെ കിട്ടുന്ന ഒരു പാത്രമാണ് ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് അമർത്തി വെച്ച് കൊടുക്കാം. ആവി അതിനകത്ത് തിങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ബീഫിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ കണ്ട് ചോറുമായിട്ട് വലിഞ്ഞ് ചേർന്നിട്ട് ശരിയായി വന്നോളും. ഈ ഒരു രൂപത്തിൽ നമ്മൾ ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഗരം മസാല, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിതിൽ കുറച്ചധികം ഉപയോഗിക്കുന്നുണ്ട് ഗരം മസാല എന്ന്. അപ്പോൾ ഗരം മസാല കുറച്ച് എടുത്തിട്ട് ഇതുപോലെ മേലെ ഒന്ന് കുറച്ച് തൂവി കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി തൂവി കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയ നിറത്തിന് വേണ്ടിയിട്ടാണ്. ചില ആളുകൾ ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കിയിട്ട് ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കും. ഒരു ടീസ്പൂണിൻ്റെ അടുത്തൊക്കെ അങ്ങനെ ഒഴിച്ചു കൊടുക്കും. അതും ചെയ്യാം. ഇനി ഞാൻ ബാക്കി ഉണ്ടായിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും മറ്റേ പുതിനയിലയും മല്ലിയിലയും കൂടെയുള്ള മിക്സ് ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഇട്ട് കൊടുത്ത് ഈ ഒരു രൂപത്തിലാണ് ഞാനിതിൻ്റെ ദം തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. കാരണം ഇത് ആവി അധികം പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വാഴയില വെച്ചിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. വാഴയില അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പിന്നെ അടപ്പ് വെക്കുക. അപ്പോൾ ആ വാഴയിലയുടെ ഒരു ടേസ്റ്റും കൂടെ അതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ വാഴയില കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ അലുമിനിയം ഫോയിലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ഇതിനെ ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക ഈ രൂപത്തിൽ. ഇനി നമുക്കിതിൻ്റെ മേലെ അടപ്പ് വെച്ചിട്ട് അടുപ്പത്ത് വെക്കാം. അടുപ്പത്ത് വെക്കുന്നതിൻ്റെ മുന്നേ ഇതുപോലെ ഒരു തട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചട്ടിയോ നമ്മൾ താഴ്ത്ത് വെച്ചതിൻ്റെ ശേഷം വേണം, അതിൻ്റെ മുകളിൽ വേണം നമുക്ക് ബിരിയാണി വെക്കാൻ, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ നമുക്കിത് ഇട്ടതിൻ്റെ ശേഷം തീ ഓഫ് ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മളെപ്പോഴാണ് ഫുഡ് കഴിക്കണം ആ നേരത്തേക്ക് തുറന്നാൽ മതി. അതുവരെ ആ ഒരു ആവിയിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണി റെഡിയാവും. അപ്പോൾ ഇങ്ങനെയാണ് ബീഫ് ബിരിയാണി ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളാരും തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണിത്. ഇതിൻ്റെ കൂടെ ഞാനൊരു ചമ്മന്തിയും തൈരും എടുത്തിട്ടുണ്ട്, അച്ചാറും യൂസ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഈ നൗറാസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.